അക്ബർ ചക്രവർത്തിയുടെ ഉജ്ജ്വലമായ കൊട്ടാരത്തിൽ ബുദ്ധിയും ചിരിയും ജ്ഞാനം പോലെ വിലമതിക്കപ്പെട്ടിരുന്നു. ഒരു സാധാരണ കിണറിനു ചുറ്റും കൗതുകകരമായ സംഭവം അരങ്ങേറി. ഈ ഹാസ്യകഥ അക്ബർ, ബീർബൽ, കിണറിൻ്റെ ഉപരിതലത്തിനടിയിൽ മറിഞ്ഞിരിക്കുന്ന കൗതുകകരമായ രഹസ്യം എന്നിവയെക്കുറിച്ചാണ്. ഒരു ദിവസം അക്ബർ രാജകീയ ഉദ്യാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചുറ്റുമുള്ള മഹത്വവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ്യക്തമായി തോന്നുന്ന ഒരു കിണർ ശ്രദ്ധിച്ചു. അതിൻ്റെ ലാളിത്യത്തിൽ ആകൃഷ്ടനായ ചക്രവർത്തി ബീർബലിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ബീർബൽ, ഈ കിണറ്റിൽ എന്തോ ദുരൂഹതയുണ്ട്. അതിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവരണം. തൻ്റെ സമർത്ഥമായ അന്വേഷണങ്ങൾക്ക് പേരുകേട്ട ബീർബൽ കിണറിൻ്റെ പ്രഹേളികയോട് ചുരുളഴിക്കാൻ പുറപ്പെട്ടു. സൂക്ഷ്മമായ അന്വേഷണങ്ങൾക്ക് ശേഷം കിണർ ഒരു രഹസ്യ കിണർ എന്നറിയപ്പെട്ടതായി അദ്ദേഹം കണ്ടെത്തി. ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിന് പ്രത്യേക ഗുണങ്ങളുണ്ടെന്ന് ഐതിഹ്യമുണ്ട്. ഇത് കുടിക്കുന്നവർക്ക് അസാധാരണമായ ബുദ്ധി നൽകുന്നു. അത്തരം ഒരു ബുദ്ധി നേടാനുള്ള സാധ്യതയിൽ ആവേശഭരിതനായ അക്ബർ രഹസ്യക്കിണറിലെ വെള്ളം രുചിക്കാൻ നിർബന്ധിച്ചു. ബീർബൽ കണ്ണു ചിമ്മിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകി, രാജാവെ, കിണറിൻ്റെ രഹസ്യങ്ങൾ ഒരു കൂട്ടം കടങ്കഥകളാൽ സംരക്ഷിച്ചിരിക്കുന്നു. അവ പരിഹരിക്കുന്നവർക്ക് മാത്രമേ അസാധാരണമായ ജലത്തിലേക്ക് പ്രവേശനം ലഭിക്കൂ. വെല്ലുവിളിയിൽ ആകാംക്ഷയോടെ അക്ബർ പ്രഖ്യാപിച്ചു, ഞാൻ ഈ കടങ്കഥകൾ പരിഹരിക്കും, ഉള്ളിലെ ബുദ്ധി തുറയ്ക്കും. ബീർബൽ അക്ബറിനെ കിണറ്റിലേക്ക് നയിച്ചു. ചക്രവർത്തിക്ക് ആദ്യത്തെ കടങ്കഥ അവതരിപ്പിച്ചു. ഞാൻ വായ കൂടാതെ സംസാരിക്കുന്നു, കാതില്ലാതെ കേൾക്കുന്നു, എനിക്ക് ശരീരമില്ല, പക്ഷേ ഞാൻ കാറ്റിനൊപ്പം ജീവിക്കും. ഞാൻ എന്താണ്? അക്ബർ തലചൊറിഞ്ഞുകൊണ്ട് കടങ്കഥയെക്കുറിച്ച് ചിന്തിച്ചു. കൊട്ടാരക്കാർ ആകാംക്ഷയോടെ നോക്കി നിന്നു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അക്ബർ ആക്രോശിച്ചു, ഇതൊരു പ്രതിധ്വനി. അക്ബറിൻ്റെ വേഗത്തിലുള്ള ബുദ്ധിയിൽ ആകൃഷ്ടനായ ബീർബൽ തലയാട്ടി. കിണറിൻ്റെ സംവിധാനം തുറന്ന് താഴെയുള്ള ഒരു കൂട്ടം പടികൾ കാണിച്ചു. അക്ബർ ഇറങ്ങിയപ്പോൾ രണ്ടാമത്തെ കടങ്കഥ അദ്ദേഹം നേരിട്ടു. നിങ്ങൾ എത്രയധികം എടുക്കുന്നുവോ അത്രയധികം നിങ്ങൾ പിന്നോട്ട് പോകുന്നു. ഞാൻ എന്താണ്? ചക്രവർത്തി ചിന്തയിൽ മുഴുകി നെറ്റി ചുളിച്ചു. അക്ബറിനെ ഈ പ്രഹേളിക മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് ആശ്ചര്യപ്പെട്ട് കൊട്ടാരവാസികൾ പരസ്പരം നോക്കി. വിജയാഹ്ലാദത്തോടെ അക്ബർ പ്രഖ്യാപിച്ചു, ഇത് കാൽപ്പാടുകളാണ്. ബീർബൽ ചിരിച്ചുകൊണ്ട് അക്ബറിനെ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ നയിച്ചു. മൂന്നാമത്തെ കടങ്കഥ കാത്തിരുന്നു. എന്നെ ഒരു ഖനിയിൽ നിന്ന് എടുത്തതാണ്. ഒരു തടിയിൽ അടച്ചിരിക്കുന്നു. അതിൽ നിന്ന് എന്നെ ഒരിക്കലും മോചിപ്പിക്കില്ല. എന്നിട്ടും മിക്കവാറും എല്ലാ ആളുകളും എന്നെ ഉപയോഗിക്കുന്നു. ഞാൻ എന്താണ്? അക്ബർ കളിയായ പുഞ്ചിരി പ്രകടിപ്പിച്ച് കടങ്കഥ പൊട്ടിച്ചു. ഇത് പെൻസിൽ ലെഡ്. കിണറിൻ്റെ മറിഞ്ഞിരിക്കുന്ന വാതിൽ ഒരിക്കൽ കൂടി തുറന്നു. തെളിഞ്ഞതും തിളങ്ങുന്നതുമായ വെള്ളം നിറഞ്ഞ ഒരു അറ വെളിപ്പെടുത്തി. അസാധാരണമായ ബുദ്ധിശക്തി നൽകുന്ന സ്വഭാവത്തിന് പേരുകേട്ട രഹസ്യ കിണറിൽ നിന്നുള്ള ഐതിഹാസിക ജലമായിരുന്നു അത്. മാന്ത്രിക ജലത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ ആകാംക്ഷയോടെ അക്ബർ ഒരു പിടി കോരിയെടുത്ത് പ്രതീക്ഷയോടെ കുടിച്ചു. ചക്രവർത്തി ബുദ്ധിയുടെ ഒരു മാതൃകയായി മാറുന്നത് കാത്ത് കൊട്ടാരവാസികൾ ശ്വാസമടക്കി നിന്നു. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അക്ബറിൻ്റെ മുഖഭാവം മാറ്റമില്ലാതെ തുടർന്നു. അവൻ ബീർബലിൻ്റെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു, എനിക്കെന്താ ബുദ്ധി തോന്നാത്തത് ബീർബൽ? വെള്ളം പ്രവർത്തിക്കുന്നില്ലേ? ഒരു ചിരിയോടെ ബീർബൽ വിശദീകരിച്ചു, മഹാനെ, യഥാർത്ഥ ബുദ്ധി വെള്ളത്തിലല്ല, കടങ്കഥകൾ പരിഹരിക്കാനുള്ള യാത്രയിലാണ്. ചിന്താപൂർവമായ പര്യവേക്ഷണങ്ങളിലൂടെയും സമർത്ഥമായ ഉൾക്കാഴ്ചകളിലൂടെയും ജ്ഞാനം നേടിയെടുക്കാൻ കിണർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തുടക്കത്തിൽ ആശയക്കുഴപ്പത്തിലായ അക്ബർ താമസിയാതെ സാഹചര്യത്തിലെ തമാശ മനസ്സിലാക്കി. ഇതിലെ സമർത്ഥമായ ട്വിസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഹൃദ്യമായി ചിരിച്ചു. നേരിയ ഫലത്തിൽ ആശ്വാസം തോന്നിയ കോടതി ചിരിയിൽ പങ്കുചേർന്നു. അക്ബറും ബീർബലും കിണറ്റിൽ നിന്ന് കയറുമ്പോൾ ചക്രവർത്തി ബീർബലിൻ്റെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, ബീർബൽ, യഥാർത്ഥ ബുദ്ധി മാന്ത്രിക ജലത്തിലല്ല, മറിച്ച് കണ്ടെത്തലിൻ്റെ സന്തോഷത്തിലും മനസ്സിൻ്റെ ചാതുര്യത്തിലുമാണ് കാണപ്പെടുന്നത്. നിങ്ങൾ ഒരിക്കൽ കൂടി എനിക്കത് കാണിച്ചു തന്നു. കോടതി ഇപ്പോൾ ഉയർന്ന ആവേശത്തിലാണ്. രഹസ്യക്കിണറിൻ്റെ കടങ്കഥകളിൽ നെയ്ത പാഠത്തെ അഭിനന്ദിച്ച്
സാധാരണമെന്ന് തോന്നിക്കുന്ന കിണർ വിനോദത്തിൻ്റെയും ബോധോദയത്തിൻ്റെയും ഉറവിടമായി മാറിയിരുന്നു. യഥാർത്ഥ ജ്ഞാനം ബാഹ്യ സ്രോതസ്സുകളിലല്ല, മറിച്ച് കണ്ടെത്തലിൻ്റെയും ബുദ്ധിപരമായ ഉൾക്കാഴ്ചയുടെയും യാത്രയിലാണ് എന്നതാണ് കഥയുടെ ധാർമ്മികത. If you love to watch this video, you can like, share and subscribe.